അക്ബറും ജിസേലും ആര്യനും അഭിലാഷും നിവിൻകുട്ടനും സംസാരിക്കുകയാണ്. ജിസേലിനെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്ത ഓരോ ആൾക്കാരും പറഞ്ഞ റീസൺസ് ജിസേൽ വീണ്ടും എടുത്ത് പറയുകയാണ്. ഞാൻ എന്തെങ്കിലും എടുത്ത് ആഹാരം ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. ഇന്നലെ ഞാൻ ജയിലിൽ കിടന്നപ്പോൾ കണ്ടു, ഇവരൊക്കെ എന്തോ ഗോതമ്പ് പൊടി വെച്ച് ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ടുവന്ന് എൻ്റെ മുന്നിൽ വെച്ചാണ് കഴിച്ചത്. എന്നിട്ട് റെനയാണെന്ന് തോന്നുന്നു ഉണ്ടാക്കിയത്. എനിക്ക് റൊട്ടി പോലും കഴിക്കാനില്ലാത്ത സമയത്ത് ഞാനൊരു റൊട്ടി ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഇവരെന്തൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് എന്നെ തന്നെ നോമിനേറ്റ് ചെയ്തേക്കുന്നു. അക്ബർ പറയുന്നുണ്ട് ഞാൻ നോമിനേറ്റ് ചെയ്ത് വേറൊന്നുമല്ല, ആ ബിന്നിയായിട്ട് ചേർന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. അപ്പം ജിസേൽ വീണ്ടും പറയുകയാണ്, ബിന്നി എൻ്റെ ചപ്പാത്തി വറുത്തുന്ന സാധനം എടുത്ത് വെള്ളത്തിൽ കൊണ്ടിട്ടു. അപ്പം ബിന്നി അത് സോറി പറഞ്ഞായിരുന്നല്ലോ എന്ന് അക്ബർ ചോദിക്കുന്നുണ്ട്. അത് സോറി പറഞ്ഞിട്ട് എന്തോ കാര്യം? ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന എൻ്റെ ആ പരതുന്ന സാധനം എടുത്തിട്ട് എന്തിനാണ് അവൾ വെള്ളത്തിൽ കൊണ്ടിട്ടത്? അങ്ങനല്ല ജിസേൽ, അവൾ അവിടെ പറയുന്ന കേട്ടു ക്യാപ്റ്റനോട്. പിന്നെ എനിക്കറിയത്തില്ലായിരുന്നു ഇവളത് ചെയ്യുന്നത്, സോറി എന്ന് അവൾ പറയുന്നത് ഞാൻ കേട്ടു എന്ന് അക്ബർ വീണ്ടും പറയുന്നുണ്ട്. എനിക്ക് പൊതുവെ ഇച്ചിരി ദേഷ്യം കൂടുതലുള്ളതാണ്. ഞാൻ എൻ്റെ വീട്ടിൽ ഭയങ്കര എനിക്ക് ദേഷ്യമുള്ള ഒരാളാണെന്ന് എല്ലാവരും പറയാറുണ്ട്. പിന്നെ എനിക്ക് ഇങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ ഞാൻ അഭിമുഖീകരിച്ചിട്ടില്ല മുന്നേ. എനിക്കിത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അതാ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം. ജിസേൽ പറയുകയാണ്. ആര്യൻ പറയുന്നുണ്ട്, നിനക്ക് ഭയങ്കര മൂഡ് സ്വിങ് ആണ്, എന്തോന്ന് ഇത്ര ഇത്രയും ദേഷ്യം പാടില്ല കേട്ടോ, ഇതൊക്കെ കുറയ്ക്കണം. അപ്പോൾ അക്ബർ പറയുകയാണെങ്കിൽ എനിക്കാണ് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള ഒരാൾ, ഞാൻ എത്രമാത്രം കൺട്രോൾ ചെയ്താൽ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ആര്യം പറയുന്നുണ്ട്, കൊള്ളാം, കൺട്രോൾ ചെയ്തെന്നോ, എന്തുവാന്ന് ഇവിടെ കാണിച്ചു വിടുന്ന് നിനക്കറിയാമോ? അപ്പോൾ ജിസേലിനോട് ആര്യം പറയണം, നിനക്ക് ഭയങ്കര ദേഷ്യമാണ്, നീ കുറച്ച് കൺട്രോൾ ചെയ്യണം കേട്ടോ, എന്തൊരു ദേഷ്യമാണ്, ഇത്രയും ദേഷ്യമൊക്കെ ഇങ്ങനെ കൊണ്ടു കിടക്കരുത് എന്നൊക്കെ ആര്യൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ജിസേൽ അവിടെ നിന്ന് ദേഷിച്ചെണ്ണിട്ടിട്ട് പറയുകയാണ്, എനിക്ക് പീരീഡ്സാണ്. അപ്പോൾ ആര്യൻ ഉടനെ പറയുകയാണ്, അത് നീ പറയാതെ തന്നെ എനിക്ക് മനസ്സിലായി. അപ്പോൾ ആര്യൻ വീണ്ടും പറയുകയാണ്, അതല്ല, ഈ വീട്ടിലെ പെണ്ണുങ്ങളൊക്കെ ഇത്രമാത്രം ദേഷ്യം കാണിക്കുന്നത് പീരീഡ്സ് വരുമ്പോൾ ഇങ്ങനാണോ എന്ന് അക്ബറിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയാം, എൻ്റെ ഭാര്യ ഇതിൽ കഷ്ടമാണ്, അവൾ എന്നെ ചില സമയത്തൊക്കെ ഇടിക്കുകയൊക്കെ ചെയ്യാറുണ്ട്, അത്ര ഡേഞ്ചർ സോണാണ്. ജിസേൽ പറയാതെ തന്നെ ജിസേലിന് പീരീഡ്സ് ആണെന്നുള്ള കാര്യം വരെ ആര്യന് മനസ്സിലായി. നോക്കണേ എത്രമാത്രം ആത്മാർത്ഥത ഉണ്ടെന്ന്.